ഹായ് ഗായ്സ്, ഗലിപ്പുറം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 11th വീക്ക് വിഷനിലേക്കുള്ള വോട്ടിങ്ങിന്റെ അവസാന മണിക്കൂറിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വ്യാഴാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ മുമ്പിൽ 6 മത്സരാർത്ഥികളാണുള്ളത്. ഈ 6 പേരിൽ നിന്ന് ഒരാളാകും പുറത്താകുന്നത്. അതെന്തായാലും നാളെ ലാലേട്ടൻ്റെ ഷൂട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായ വിവരം ലഭിക്കും. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ ഇടയിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ആ ചാനലിൽ നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അതിൻ്റെ അപ്ഡേഷനുകളെല്ലാം ആ ചാനലിൽ കൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വരും മണിക്കൂറിലെ കൃത്യമായിട്ടുള്ള ഫൈനൽ വോട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് രാത്രി 7 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ ഷാനവാസാണ് തുടരുന്നത്. തുടക്കത്തെ പതർച്ച അവസാന മണിക്കൂറിൽ കാണിച്ചിട്ടില്ല. ഇപ്പോൾ 1-ാം പൊസിഷൻ തന്നെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. വോട്ടിംഗ് അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ 59,788 വോട്ട് നേടി 1-ാം പൊസിഷൻ തന്നെ തുടരുകയാണ്. 2-ാം പൊസിഷനിൽ ആര്യനാണുള്ളത്. ആര്യൻ വമ്പിച്ചൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷാനവാസുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഇരിക്കുന്നത്. ഏത് മണിക്കൂർ വേണമെങ്കിലും ആര്യന് 1-ാം പൊസിഷൻ കൈയടക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ 59,005 വോട്ട് നേടി 2-ാം പൊസിഷനിലാണ് നിലകൊള്ളുന്നത്. 3-ാം പൊസിഷനിൽ അക്ബറാണുള്ളത്. അക്ബർ നൂറെ അട്ടിമറിച്ചുകൊണ്ടാണ് 3-ാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നൂറയുമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 58,989 വോട്ട് നേടി 3-ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 4-ാം പൊസിഷനിൽ നൂറ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് മോചനം ലഭിച്ച് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 58,600 വോട്ട് നേടി 4-ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 5-ാം പൊസിഷനിൽ ലക്ഷ്മിയാണുള്ളത്. ലക്ഷ്മിക്ക് ഇപ്പോൾ ഡേഞ്ചർ പൊസിഷനാണെന്ന് പറയാം. ഏത് നിമിഷം വേണമെങ്കിലും ലക്ഷ്മി ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകാം. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ലാസ്റ്റ് നിൽക്കുന്ന നെവിനുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിലെ വോട്ടിംഗ് ലക്ഷ്മിക്ക് വളരെ നിർണായകമാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. 6-ാം പൊസിഷനിൽ നെവിനാണ് തുടരുന്നത്. നെവിൻ ഡേഞ്ചർ സോണിലാണ്. നെവിൻ ഡേഞ്ചർ സോണിലാണെങ്കിൽ കൂടെ ലക്ഷ്മിയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ഏത് നിമിഷം വേണമെങ്കിലും നെവിന് മുന്നോട്ട് കയറി വരാവുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് വരും മണിക്കൂറിലെ വോട്ടിംഗ് നെവിനും ലക്ഷ്മിക്കും വളരെ നിർണായകമാണ്. ഏതായാലും ഫൈനൽ വോട്ടിംഗ് റിസൾട്ടിൽ വ്യക്തമായ കാര്യങ്ങൾ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതിനടുത്ത് കാത്തിരിക്കാം.